ഗവർണർക്ക് ഏതെങ്കിലും രീതിയിൽ ഇവിടെ അപകടം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയൊന്നും ഭരണത്തിലിരിക്കില്ല. ഇറ്റ്സ് എ ഫാക്ട്. കാരണം ഇന്റേണൽ സബ്വേർഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ ബ്രേക്ക് ഡൗണിന്റെ ഗ്രൗണ്ട് ആണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗവർണറെ നടു റോഡിൽ ആക്രമിച്ച ആളാവാം എന്നാണ് SFI കരുതിയത്. പക്ഷേ പണി പാലും വെള്ളത്തിൽ കിട്ടി എന്നുള്ളതാണ്. SFIക്കാരുടെ രാജാവായ പിണറായി അല്ല ഗവർണർ എന്ന എപ്പോഴോ അവരൊന്നും മറന്നുപോയി. വാഹനം നിർത്തി തനിക്കെതിരെ ആക്രമണവുമായി വന്ന SFIക്കാരെ ബ്ലേഡി ക്രിമിനൽസ് കം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ നേരിട്ടത്. അതായത് ഗവർണറെ SFIക്കാർ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചപ്പോൾ അതിനെ പരസ്യമായി എതിർത്ത ഗവർണർ ചെയ്തത് തെറ്റാണ് എന്നാണ് CPMലെ ചില മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നത്. പരസ്യമായി ഗവർണർ റോഡിൽ ഇറങ്ങിയത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മരുമോൻ ഷേക്കൻഡ് കൊടുത്താണ് SFIയെ അനുമോദിച്ചത്, ഗവർണറെ ആക്രമിക്കാൻ തുനിഞ്ഞവരെ. അതായത് കേരളത്തിൽ ഒരു ഗവർണർക്ക് ഭരണഘടനാ തലവന് പോലും സുരക്ഷിതത്വമില്ല എന്ന് വരുമ്പോൾ പിണറായി ഭരിക്കുന്ന കേരളത്തിൽ സാധാരണ ജനങ്ങൾക്ക് എന്താണ് സുരക്ഷ? എന്ത് സുരക്ഷയാണ് സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കേണ്ടത്? ക്ഷേത്രത്തിൻ്റെ മതിൽ പൊളിക്കുന്നു, സ്കൂൾ കുട്ടികളെ ഉച്ച സമയത്ത് പൊരി വെയിലത്ത് നടുറോഡിൽ നിർത്തുന്നു, പല സ്കൂളുകളിലെയും മതിലുകൾ പൊളിക്കുന്നു രാജാവിന് യാത്ര ചെയ്യാനായി. കേരളത്തിലെ ജനങ്ങൾ വോട്ടിട്ട് ജയിപ്പിച്ച രാജാവ് ജനങ്ങളുടെ അടുത്തു പോലും വരില്ല. നവകേരള സദസ്സെന്ന് പറഞ്ഞ് കോടികൾ കട്ടുമുടിക്കാനായി ഒരു ബസ്സും വാങ്ങി 10-45 എസ്കോട്ടുമായി കേരളം മുഴുവൻ ജനങ്ങളുടെ പണത്തിൽ ചുറ്റിക്കറങ്ങുന്നു. എന്നിട്ട് പൗരപ്രമുഖരും വ്യവസായികളുമായി രാത്രി സുഭിക്ഷമായ ഭക്ഷണം, പിന്നെ നല്ല രീതിയിൽ ഉറക്കം. ഇതൊക്കെയാണ് ഇപ്പോൾ നവകേരള സദസ്സെന്ന് പറഞ്ഞിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ആരെയൊക്കെ ആക്രമിക്കണം, ആർക്കൊക്കെ പണി കൊടുക്കണം എന്നൊക്കെയുള്ള ചർച്ചകൾ മറുഭാഗത്ത്. എന്തായാലും ഗവർണറെ തൊട്ട പിണറായി ഭരണത്തിലിരിക്കില്ല എന്ന് തന്നെയാണ് SFIക്കാരെ പോലെയല്ല വിവരമുള്ള ആളുകൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് MR അഭിലാഷ് പറയുന്ന കാര്യങ്ങൾ: ഗവർണറെ അങ്ങനെ വെറുതെ ആക്രമിച്ചിട്ട് പോകാമെന്ന് കരുതിയോ? നിസ്സാര വകുപ്പുകൾ ചുമത്തി കുറച്ചുനാൾ അകത്ത് കിടന്നിട്ട് പിന്നെ രാജാവിൻ്റെ ശിങ്കിടികൾക്ക് വെളിയിലിറങ്ങി സുഖമായി ജീവിക്കാമെന്ന് കരുതിയോ? ഇല്ല. SFIക്കാർ പണി കൊടുത്തത് ഗവർണർക്കല്ല, പിണറായിക്കാണ്. ഇതൊന്ന് കേട്ട് നോക്കൂ. SR ബൊമ്മൈ കേസിൽ ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി എന്താണ് എന്നുള്ളത് എന്യൂമറേറ്റ് ചെയ്തിട്ടുണ്ട്. മന്ത്രിക്കൊന്ന് പരിശോധിക്കാം. ഇന്റേണൽ സബ്വേർഷൻ, അതായത് ഗവർണർക്ക് നാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഗവർണർ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യാനൊക്കും. ഒരു സുപ്രീം കോടതിയും ഇടപെടില്ല. അപ്പോൾ അത്തരത്തിൽ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരുപക്ഷെ ബോധ്യം ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ അദ്ദേഹം ഇറങ്ങി വളരെ എക്സ്പ്രസീവായിട്ടുള്ള റിയാക്ഷൻ കാണിച്ചത്. ഗവർണർക്ക് ഏതെങ്കിലും രീതിയിൽ ഇവിടെ അപകടം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയൊന്നും ഭരണത്തിലിരിക്കില്ല. ഇറ്റ്സ് എ ഫാക്ട്. കാരണം ഇന്റേണൽ സബ്വേർഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ ബ്രേക്ക് ഡൗണിന്റെ ഗ്രൗണ്ട് ആണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗവർണർ ഭരണഘടനയുടെ അന്തസ്സിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവർണർക്കെതിരെ ഇപ്പോൾ സുപ്രീം കോടതി തന്നെയും ബില്ലിൽ ഒപ്പുവെക്കാൻ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹം രാഷ്ട്രപതിക്ക് റെഫർ ചെയ്തത്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് പലതരത്തിലുള്ള കോൺസിക്വൻസ് ഉണ്ടാകും.